അറഫ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠുണ്ട്. ദുൽഹിജ്ജ് 9 പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയെ കുറിച്ച് പറഞ്ഞത് എന്താ? അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്നാണ്. അറഫ എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കല. ദുൽഹിജ്ജ് 9 ഉച്ച മുതൽ പിറ്റേ ദിവസം സുബഹി വരെയുള്ള സമയത്തിനിടക്ക് 1 സെക്കൻഡ് അറഫ എന്ന മണ്ണിലുണ്ടായാൽ ഹജ്ജ് കിട്ടും. 1 സെക്കൻഡ് കൊണ്ട് എന്ത് പണിയാ നടക്കുക? ഒരു പണി നടക്കൂല. അവിടെ ഒരുമിച്ച് കൂടുന്ന 25 ലക്ഷം 20 ലക്ഷം ആളുകളോടൊന്ന് ചേർന്നു നിന്നാൽ അവിടെ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം എന്താണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അറഫയിൽ നിന്നിട്ട് ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കൽ തെറ്റാണെന്ന്. അറഫയിൽ നിന്നൊരാൾ ദുആ ചെയ്തിട്ട് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കൽ തെറ്റാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫയിൽ ഒരുമിച്ച് കൂടുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ ലക്ഷോപലക്ഷം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ദുആക്ക് ഇജാബത്തുള്ള ആളുകൾ അവിടെ ഉണ്ടാകും, അറഫയിൽ ഉണ്ടാകും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇൻഷാ അല്ലാഹ് സമസ്തയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുപക്ഷെ 2-ാം അറഫയെ ഓർമ്മപ്പെടുത്തുമാൽ ജനസഞ്ചയം അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നിട്ട് അവിടെ മഹാന്മാർ ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറയാൻ ഒരു ബിന്ദുവായി നമ്മൾ ഉണ്ടാവാൻ പറ്റിയാൽ നല്ലതാണെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ഞാൻ